അതെ സാറേ, പ്ലാന്റർ ബോക്സ് കിട്ടിയേ. അപ്പൊ അതില് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ വളർച്ചേനെ അത് ബാധിക്കുന്നുണ്ടോ? ശരിയായ വാട്ടർ പ്രൂഫിങ് ശരിയായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്താൽ ഒരിക്കലും ചെടികൾക്ക് അതൊരു ദോഷമാവില്ല. ലോ VOC കണ്ടന്റ് ഉള്ള ചെടികളെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഈവൻ ഫുഡ് ഗ്രേഡ് വരായിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇന്ന് പല മെറ്റീരിയൽ ഇറക്കുന്നത്. പക്ഷെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തില്ലെങ്കിൽ അത് ആ ഒരു സ്ട്രക്ചറിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, വാട്ടർ പ്രൂഫിങ് ശരിയായ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിലും ചെടി വളരും. വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അതിൽ ഡ്രൈനേജ് ബോർഡും ജിയോ ടെക്സ്റ്റൈലും കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള ഒരുപാട് ലവണങ്ങളും കൂടി വെള്ളത്തിലുണ്ട്. വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോകാനും കൊടുക്കുന്ന ഡ്രൈനേജ് സംവിധാനത്തിൽ കൂടെ വെള്ളത്തിനോടൊപ്പം ഈ ചെടിക്ക് വേണ്ട ലവണങ്ങളും മിനറൽസും ഇതും കൂടി നഷ്ടമാവും. ഡ്രൈനേജ് ബോർഡ് എന്നൊരു സംവിധാനമുണ്ട്. വെള്ളം മാത്രം താഴത്തേക്ക് വിടുന്ന, മറ്റു മണ്ണൊന്നും താഴത്തേക്ക് വിടാത്ത ഒരു ബോർഡ്. അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ ഇടയിൽ കിടന്നാൽ ഡിഗ്രേഡ് ആവാത്ത ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ ഉണ്ട്. ഒരു ഷീറ്റാണ്, തുണി പോലത്തെ. അത് വിരിച്ചു കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മണ്ണ് നിറച്ച് പ്ലാന്റർ ബോക്സ് വാട്ടർ പ്രൂഫ് ചെയ്യുക. വെള്ളം ഒഴുകി ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യും, ലവണങ്ങൾ പോവില്ല, വാട്ടർ പ്രൂഫ് ആയിരിക്കുകയും ചെയ്യും. ചെടിക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും. ചെടി തഴച്ച് ആരോഗ്യത്തോടു കൂടെ സൂപ്പറായിട്ട് വളരും.